Hello everyone, welcome to my channel. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ചാപ്റ്റർ ദ എഡിറ്റഡ് ഹൈലൈറ്റ്സ് ഓഫ് ദ BBC ഇൻ്റർവ്യൂ വിത്ത് മാർക്ക് സക്കർബർഗ്. സോ നമുക്കറിയാം ആരാണ് മാർക്ക് സക്കർബർഗ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക് ആൻഡ് ദിസ് ഈസ് എൻ ഇൻ്റർവ്യൂ ദറ്റ് ഹി ഡൺ വിത്ത് BBC ആയിട്ട് BBCയിലെ ഐ തിങ്ക് കമൽ അഹമ്മദുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂ ആണ് ഇതിൽ പറയുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് മാർക്ക് സക്കർബർഗ് ഒരു ഓപ്പൺ ലെറ്റർ പബ്ലിഷ് ചെയ്തിരുന്നു ഡിസ്കസിങ് ദ ഫ്യൂച്ചർ റോൾ ഓഫ് ഫേസ്ബുക്ക് ഇൻ ദ സൊസൈറ്റിയിൽ ഇനി ഫേസ്ബുക്ക് എന്താ ചെയ്യാൻ പോണത്, അങ്ങനെ ഒരു ഓപ്പൺ ലെറ്റർ മാർക്ക് സക്കർബർഗ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നാണ് അത് കമാൽ അഹമ്മദ്. അപ്പോൾ ആ ഒരു BBC ഇൻ്റർവ്യൂ ആണ് ഇതിൽ. ആൻഡ് ഇതിൽ ഫസ്റ്റ് കമാൽ അഹമ്മദ് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ റോൾ ഓഫ് ഫേസ്ബുക്ക് ഇൻ ദ സൊസൈറ്റി ആദ്യം ചോദിക്കും. അപ്പോൾ സക്കർബർഗ് പറയാണ് 10 വർഷമായിട്ട് ഫേസ്ബുക്കിൻ്റെ മിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആളുകളെ കണക്ട് ചെയ്യാനായിരുന്നു. കണക്റ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആക്കുക. ബട്ട് ഇപ്പോൾ ആ ഫോക്കസ് മാറിയിട്ട് ഇനി എന്താണ്, കണക്റ്റിംഗ് കമ്മ്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം we all have different identities based on our gender ആവാം, based on our religion ആവാം, based on our preference ആവാം, based on our work ആവാം. ഇപ്പോൾ എഞ്ചിനീയേഴ്സിനൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഉണ്ടാവുക, ലേഗസ്പിയർ അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയോളജി ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഓരോരോ ആളുകളുടെ ഫാൻ ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ്, റൈറ്റ്? സോ അങ്ങനെ ആളുകളെ കളക്ട് ചെയ്യുക ഇൻറ്റു കമ്മ്യൂണിറ്റീസ്, ഇപ്പോഴുള്ള കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുക, അതേപോലെ പുതിയ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുക. ഇതെന്താണ്, ഇത് നമുക്ക് ഇക്വാലിറ്റി കിട്ടും. ആളുകൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്തിൻ്റെയും ഒരു ഭാഗമാണെന്ന് തോന്നുന്നത്, എ സെൻസ് ഓഫ് ബിലോങ്ങിങ്, അതെന്താണ്, അവർക്കൊരു ഇക്വാലിറ്റി, അവർക്കൊരു സേഫ് പ്ലേസ് കൊടുക്കും. സോ ഹീ സേയിങ് ദാറ്റ് ഫേസ്ബുക്ക് ഈസ് ഗോയിങ് ടു ബിക്കം എ ഡിജിറ്റൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, പണ്ട് കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുമ്പോൾ ട്രൈബ്സ് ഉണ്ടായിരുന്നു, അതിന് പിന്നെന്തായി, ആളുകൾ സിറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങി ബൈ മേക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഓരോ സിറ്റീസും കൂടിയിട്ട് ആളുകൾ നേഷൻ ആക്കാൻ തുടങ്ങി. ദിസ് ഓൾ നീഡഡ് ഇൻഫ്രാസ്ട്രക്ചർ, റൈറ്റ്? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു മെറ്റീരിയൽസ്, ബിൽഡിങ്സുകൾ വേണം, ഒരു നേഷന് അതിനൊരു ബോർഡർ വേണം. സോ അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറോട് അവിടെ ഉണ്ടാക്കിയപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ടു മേക്ക് ന്യൂ കമ്മ്യൂണിറ്റീസ് ആൻഡ് എംപവർ കമ്മ്യൂണിറ്റീസ്. പിന്നെ ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ദിശ എന്നാണ് ഇദ്ദേഹം ആദ്യം പറയുന്നത്. ദെൻ കമൽ അഹമ്മദ് ആസ്ക് ഇഫ് ഫേസ്ബുക്ക്സ് ഗ്രോയിങ് ഇൻഫ്ലുവൻസ് മേക്സ് ഇറ്റ് എ പൊളിറ്റിക്കൽ എൻറ്റൈറ്റി. ഇതിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ രീതിയിലോട്ട് മാറുന്നുണ്ടോ, ബിക്കോസ് യു ആർ ട്രൈങ് ടു ബിൽഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് പൊളിറ്റിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വാണ്ട് ടു വർക്ക് ഫോർ ദി കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും എന്താണ്, ഇപ്പോഴത്തെ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ, ഗ്ലോബലൈസേഷൻ എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ നോക്കുകയാണെങ്കിലും അതിന് ആളുകൾ ലെഫ്റ്റ് ഔട്ട് ആവുന്നുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ടെക്നോളജി. അപ്പോൾ ടെക്നോളജി ഇല്ലാത്തവർക്ക് എന്താണ്, ഗ്ലോബലൈസേഷൻ എത്തിപ്പെടുന്നില്ല. സോ ഗ്ലോബലൈസേഷൻ്റെ പേർപ്പസ് എന്തായിരുന്നു, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരാനാണെങ്കിലും ഇപ്പം അതെന്താണ്, ആളുകളെ സം പീപ്പിൾ ആർ ലെഫ്റ്റ് ബിഹൈൻഡ് ഓർ ലെഫ്റ്റ് ഔട്ട്. സോ അതെന്താണ് ഫേസ്ബുക്കിന് കുറക്കാൻ കഴിയും, ബിക്കോസ് ഫേസ്ബുക്ക് ഈസ് ബിൽഡിങ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അതെന്താണ്, ഗ്ലോബലൈസേഷൻ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുവരികയേ ചെയ്യുള്ളൂ. ആൻഡ് ദെൻ ഹീ സെയിങ് അതൊരു പൊളിറ്റിക്കൽ റോളായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ കൺസിഡർ ഫേസ്ബുക്ക് ആസ് സംതിങ് വിച്ച് ഈസ് മേക്കിംഗ് എ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. പിന്നെ അദ്ദേഹം ഇതിൽ ചോദിക്കുന്നുണ്ട്, സം പീപ്പിൾ ഈ ഒരു ഫേസ്ബുക്കിലൂടെ തന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവർക്ക് എന്താണ്, അതേപോലെ കുറേ ആൾക്ക് ഗ്ലോബലൈസേഷൻ കാരണം ജോബ്സുകൾ നഷ്ടപ്പെടുന്നുണ്ട്, ബിക്കോസ് ദേ ഡോണ്ട് നോ ടെക്നോളജി. അതൊക്കെ എന്താണ്, ഫേസ്ബുക്ക് വഴി അവർക്ക് നേടിയെടുക്കാൻ കഴിയും. സം പീപ്പിൾ ആർ ട്രൈങ് ടു ബിൽഡ് ബിസിനസ്സസ് ഇൻ Facebook, and some people are trying to promote their businesses in
ഫേസ്ബുക്ക്. സോ ഇതൊക്കെ എന്താണ്, വി ഹാവ് ടു എല്ലാവർക്കും ഒന്നിച്ച് നിന്നാലേ എന്തുള്ളൂ ഈ ഒരു ആളുകളെ ഒറ്റപ്പെടുത്തലും ടെക്നോളജി ഇല്ലാത്തവരിലെ ടെക്നോളജി എത്തിക്കാൻ കഴിയലൊക്കെ നടക്കുള്ളൂ. ആൻഡ് ദെൻ ഹീ സേയിങ് വാട്ട് ഈസ് എ നീഡ് ഫോർ എ കമ്മ്യൂണിറ്റി. എന്താണ് ഒരു നീഡ് ഫോർ എ കമ്മ്യൂണിറ്റി? ഞാൻ പറഞ്ഞു, ആളുകൾ നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്, ഈ കോളേജിൽ പഠിക്കുകയാണ്, നമ്മൾ ഈ നാട്ടുകാരനാണ്, ഈ രാജ്യക്കാരനാണ്. സോ വി ഹാവ് മെനി ഐഡൻറ്റിറ്റീസ്, റൈറ്റ്? നമ്മൾ ഈ റിലീജിയനാണ് നോക്കുന്നത്, അതേപോലെ നമുക്ക് ഈ പ്രിഫറൻസസ് ഒക്കെ ഉള്ളത്, നമുക്ക് ഇതോടൊക്കെയാണ് ഇഷ്ടം, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മളുടെ എന്താണ്, ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. സോ ഈ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആളുകളായിട്ട് കണക്ട് ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ ആളുകൾ എന്താണ്, വി വിൽ ലൂസ് അവർ ഐഡൻറ്റിറ്റി, റൈറ്റ്? സോ വി നീഡ് കമ്മ്യൂണിറ്റി ടു സ്ട്രെങ്തൻ അവർ സെൽഫ്. പിന്നെ ഇനീക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ്. ആളുകൾ ഹീ സെയിങ് ദാറ്റ്, ഇപ്പോൾ ചില ആളുകൾ ക്വസ്റ്റ്യൻസ് കമൽ അഹമ്മദ് പറയാണ്, ചില ആളുകൾ പറയുന്നുണ്ട് സക്കർബർഗ് ഇങ്ങനെയൊക്കെ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുക ബിക്കോസ് ഹീ ഈസ് മാർക്ക് സക്കർബർഗ്, അവനെ പോലെയല്ല ഓർഡിനറി പീപ്പിൾ, ഞങ്ങളുടെ അവസ്ഥകൾ അവനറിയില്ല എന്ന്. ആൻഡ് ദെൻ ഹീ ഈസ് ആസ്ക്ഡ് അബൌട്ട് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഡൊണാൾഡ് ട്രംപ്സ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹിസ് വ്യൂ, ട്രംപിനെ പറ്റി ചോദിക്കുക. ട്രംപിനെ പറ്റി ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയും, എനിക്ക് ട്രംപിനെ പറ്റി, ട്രംപ് എന്താണ് ഗ്ലോബലൈസേഷനിൽ ചിന്തിക്കുന്നത്, ട്രംപിനോട് ചോദിച്ചു നോക്കി. ബട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് ഗ്ലോബൽ ഇഷ്യൂസായി ക്ലൈമറ്റ് ചേഞ്ച്, ടെററിസം, റെഫ്യൂജി ക്രൈസിസ്, പാൻഡമിക്, ഇതിനൊക്കെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ പറയുന്നത് ഗ്ലോബൽ കോപ്പറേഷനാണ് ആൻഡ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. എന്ന് വെച്ചാൽ ഈ എല്ലാ പ്രശ്നം, ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ടെററിസം ആയാലും റെഫ്യൂജി ക്രൈസ് ആയിരിക്കും. ഒരു സ്ഥലത്തൊരു സിവിൽ വാർ നടക്കുകയാണെങ്കിൽ അവിടെ റെഫ്യൂജി ക്രൈസ് ഉണ്ടാവും ആ രാജ്യങ്ങൾക്ക്. ഇതിനൊക്കെ എന്താണ്, ഗ്ലോബൽ കോർപ്പറേഷനാണ്. എല്ലാവരും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. സോ അതിനൊക്കെ എന്താണ്, ഫേസ്ബുക്കിനൊരു ഭാഗമാവാം. ബിക്കോസ് ഫേസ്ബുക്ക് ഈസ് ബിൽഡിങ് കമ്മ്യൂണിറ്റി, ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണ്, അങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ആളുകൾക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാൻ പോകും. ഇപ്പം നമ്മൾ തന്നെ പലസ്തീൻ ഇഷ്യൂ അറിയിക്കുക, ഇസ്രായേൽ ഇഷ്യൂ അറിയിക്കുക, അതൊക്കെ എന്താണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ബൈ ദ മെയിൻ മീഡിയ വി ആർ നോയിങ്, റൈറ്റ്? നമ്മൾ എന്തിലൂടെയാണ്, ഇൻ്റർനെറ്റ് വഴിയാണ് അറിയുന്നത്. ഗ്ലോബൽ ഇങ്ങനെ ഷെയറിങ്, എന്താ പറയുക, സോഷ്യൽ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ അറിയുന്നത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഈ ലോകത്തുള്ള പല കാര്യങ്ങളിലും എന്തൊക്കെയാണ് ഓരോ സ്ഥലത്ത് നടക്കുന്ന സിറ്റുവേഷൻ നമ്മളങ്ങനെ അറിയുന്നത്. മാസ് മീഡിയാസ് അതെന്താണ്, ചിലപ്പോൾ ഈ മെയിൻ സ്ട്രീം മീഡിയാസ് അവർക്ക് എന്താണ് മറച്ചു വെക്കും. ബട്ട് വി ക്യാൻ നോ ഇറ്റ് ബൈ സോഷ്യൽ പ്ലാറ്റ്ഫോം. Now let's look about filter bubbles and polarization. കമൽ അഹമ്മദ് ചോദിക്കുന്നുണ്ട്, ഹൗ ഫിൽട്ടർ ബബിൾസ് ആൻഡ് പോളറൈസേഷൻ എഫക്ട് ദ ന്യൂസസ് ഇൻ സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഫിൽട്ടർ ബബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം ഫുള്ള് വായിക്കാതെ അല്ലെങ്കിൽ ഫുള്ള് വായിച്ചിട്ടും അതിലൊരു 1-2 ഭാഗം നമ്മുടെ ഒപ്പീനിയനായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ അത് മാത്രം എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, എന്ന് വെച്ചാൽ കാര്യങ്ങൾ വളച്ചൊടിക്കുക. ആൻഡ് പോളറൈസേഷൻ എന്നാണ് പറയുന്നത് എന്താ, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ടീമായിട്ട് നമുക്ക് എതിരഭിപ്രായമുണ്ട്, ബട്ട് അതിൻ്റെ എക്സ്ട്രീം പോവുക, എന്ന് വെച്ചാൽ അവരുടെ ഒരു റെസ്പെക്റ്റ് കൊടുക്കാതെ അവരുടെ ഐഡിയനെ പറ്റി എന്താ പറയുക തള്ളിക്കളയുക. വി ഹാവ് ടു ലീവ് കോ എക്സിസ്റ്റ് റെസ്പെക്റ്റ്ഫുള്ളി, റൈറ്റ്? നമുക്ക് ഒപ്പീനിയൻസ് ഡിഫറൻസ് ഉണ്ടാവാം, പക്ഷെ എന്താ ആ 2 ഒപ്പീനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ ജീവിക്കണം. ബട്ട് അതില്ലാതെ ആളുകളെ എക്സ്ട്രീമായിട്ട് അതിനെന്താ എതിർക്കുക. സോ ഇതാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ് സോഷ്യൽ മീഡിയയിൽ സാധാരണയായിട്ട് ഉണ്ടാവാം. ബട്ട് ഫേസ്ബുക്ക് ഈസ് മേക്കിംഗ് എഫേർട്ട് ടു റെഡ്യൂസ് ദിസ്. അതെങ്ങനെ വെച്ചാൽ അവർ മിസ്ഇൻഫർമേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ അതിന് ഫിൽട്ടർ വെക്കുന്നുണ്ട്, ആളുകൾ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദേ ലിമിറ്റ് സെൻസേഷണൽ ആൻഡ് ഫേക്ക് ന്യൂസൊക്കെ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല അവർ. ആൻഡ് they also encourage users to read full articles before sharing. ഷെയർ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾസ് ഫുള്ള് റീഡ് ചെയ്യാതെ അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ വാട്ട് ദേ ഡു ഈസ് ദാറ്റ് they will ask the readers എന്താണ്, they will scrutify. റീഡേഴ്സ് ഫുള്ള് ഒരു ആർട്ടിക്കിൾ ഫുള്ള് വായിച്ചിട്ടാണോ അവരത് ഷെയർ ചെയ്യുന്നത്, അതോ പെട്ടെന്ന് ഷെയർ ചെയ്യണോ? ഇത് നമുക്ക് എന്താ അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കാണിക്കും. അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ വാല്യൂ ഉള്ള കണ്ടന്റുള്ള കാര്യമുണ്ടോ, അതോ എന്താണ് ബാഡ് ആർട്ടിക്കിളാണോ എന്ന് ആളുകൾ അത് മീൻസ് അത് ഫുള്ള് വായിച്ചിട്ടാണോ ഷെയർ ചെയ്യുന്നത്, അതിന് മുന്നേ ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് നമുക്കറിയാൻ കഴിയും. ആൻഡ് ദീസ് ഓൾ ദേ ഹാവ് ഡൺ ടു മേക്ക് ഫേസ്ബുക്ക് ഹെൽപ്പ് പീപ്പിൾ സീ അതേഴ്സ് എസ് റിയൽ ഹ്യൂമൻസ്. മറ്റുള്ളവരെ മനുഷ്യരായിട്ട് കാണാനും
ഒപ്പീനിയൻസ് ബേസ്ഡ് അല്ലാതെ കാണാനും ഫേസ്ബുക്ക് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. And then Kamal Ahmed asked if he is a good corporate citizen. ഫേസ്ബുക്ക് അവർ ടാക്സ് ഒക്കെ അടിച്ച് പ്രൈവസി പ്രൊട്ടക്ട് ചെയ്ത് ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫേസ്ബുക്കിനുണ്ട്. ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റി. ഹി ഹാസ് സോ മെനി ഡ്യൂട്ടീസ്, റൈറ്റ്? അപ്പോൾ അതൊക്കെ ഫേസ്ബുക്ക് നന്നായി ചെയ്യുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ സക്കബർഗ് പറയും ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ എന്താണ് ട്രൈ ചെയ്യുന്നത്. വി നോ ആ റെസ്പോൺസിബിലിറ്റി. എല്ലാ രാജ്യങ്ങളിലും എന്താണ് പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫെയർ ടാക്സ് അടക്കണം, അതേപോലെ എന്താണ് സെൻസേഷൻ ന്യൂസും ഫേക്ക് ന്യൂസും മിസ്ഇൻഫർമേഷനും ഇറക്കാതെ നോക്കണം. ആൻഡ് ഹീസ് ട്രൈങ് ഹിസ് ഹാർഡ്, ഹിസ് കമ്പനി ഈസ് ട്രൈങ് ഹാർഡ് ടു ഡൂ ഇറ്റ്. 99% ഓഫ് അവരുടെ ഫണ്ട് അവരെന്തിനാണ് ഗ്ലോബലൈസേഷനും ഇക്വാലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടും ടു ദ ഡൗൺ ട്രോഡൻ പീപ്പിൾ അവർക്ക് വേണ്ടി അവരിറക്കുന്നുണ്ട്. ആൻഡ് ഹി ഈസ് ട്രൈങ് ടു ബി എ ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺ എന്ന് അദ്ദേഹം ലാസ്റ്റ് പറയാണ്. So I hope you understood what this interview is about. നമുക്കിതിൽ കാണുന്നതെന്ന് വെച്ചാൽ മാർക്ക് സക്കർബർഗിന്റെ വിഷൻസ് ആണ്. ഹിസ് വിഷൻസ് ഫോർ ഹിസ് കമ്പനി ആൻഡ് ഹൗ വാട്ട് ഈസ് ദ റോൾ ഓഫ് ടെക്നോളജി ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി. നമുക്ക് കാണാം മാർക്ക് സക്കർബർഗ് ഫസ്റ്റ് പറയാണ് ഫേസ്ബുക്കിന്റെ റോൾ എന്താണ്. ഫസ്റ്റ് ഒരു 10 വർഷം ഫേസ്ബുക്കിന്റെ റോൾ പറയുന്നത് കണക്റ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിരുന്നു. പിന്നെന്തായി ടു ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എംപവറിങ് ദ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീസ്. ഇതാണ് ഇന്ന് ഫേസ്ബുക്കിൻ്റെ റോള്. പിന്നെന്തായിരുന്നു അടുത്ത പിന്നത്തെ ഫങ്ഷൻ എന്തായിരുന്നു ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷനിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ആവുന്നില്ല ബിക്കോസ് ദേ ഡോണ്ട് നോ ടെക്നോളജി. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രമാണ് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ. സം പീപ്പിൾ ആർ ലെഫ്റ്റ് ഔട്ട്. അപ്പോൾ അതെന്താണ് സോഷ്യൽ മീഡിയ വഴി അത് നമുക്ക് കുറക്കാൻ കഴിയും. ഗ്ലോബലൈസേഷൻ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.